ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നെറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. എപ്പോഴും നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് കാണണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കും വർക്കിംഗ് ഡേയ്സ്. പക്ഷേ ടൈം കിട്ടാറില്ല, തിരക്കൊക്കെ ആയതുകൊണ്ട്. പക്ഷേ സൺഡേ എന്ന് പറയുന്നത് ഒരു റിലാക്സിങ് മൂഡായിരിക്കും. പൊതുവേ സാറ്റർഡേനേക്കാളും സൺഡേ ഒരു റിലാക്സിങ് ആണ്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷട്ടിലൊക്കെ കളിക്കാറുണ്ട്. സാറ്റർഡേയും സൺഡേസും മാത്രമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചെടികൾക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഞാനല്ല, ഉമ്മ മൈക്രോ ഗാർഡൻസ് ചെയ്യുന്നുണ്ട്. ചെറുപയർ ഇങ്ങനെ മുളപ്പിച്ചിട്ട് അത് വളർന്നു വന്നിട്ട് അത് വറക്കും കേട്ടോ. നമ്മളെ വറവാക്കും. നല്ല പ്രോട്ടീനാണ്, നല്ല വിറ്റാമിൻ അടങ്ങുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് വളർന്നു വന്നതാണ് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ എടുത്തിട്ട് വറവാക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ മോർണിംഗ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ചായ ഇട്ടു. ചായ കുടിച്ച് കഴിഞ്ഞാലാണ് മോർണിംഗ് ഒന്ന് ഉഷാറാവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് കുറച്ചധികം ഓർഡേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. കാരണം ഇനി അടുത്ത 2 വീക്ക് എന്ന് പറയുന്നത് വാലൻറ്റൈൻസ് ഡേൻ്റെ തിരക്കായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര അധികം ബുദ്ധിമുട്ടും തോന്നില്ല. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരും, ഒരു മടുപ്പൊക്കെ തോന്നും. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും കുറച്ചായിട്ട് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം പണികൾ വേഗം തീരാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് കുറച്ചധികം വാലൻറ്റൈൻസ് ഡേയുടെ സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്ത് വെക്കണം. കാരണം കുറച്ച് ഓർഡേഴ്സും ഉണ്ട്, പിന്നെ എനിക്കും വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിക്കേഴ്സ് ആദ്യം തന്നെ കട്ട് ചെയ്ത് ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓർഡേഴ്സ് വരികയാണെങ്കിൽ അങ്ങനെ എടുത്തിട്ട് കൊടുത്താൽ മതിയല്ലോ. എനിക്കാണെങ്കിൽ അതിൽ നിന്നും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ മോശമായിട്ട് വാലൻറ്റൈൻസ് ഡേയിലും പിന്നെ കുറച്ച് ലവ് തീമിലും സ്റ്റിക്കേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. മോസ്റ്റ്ലി സെല്ല് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ബ്ലാക്കും പിന്നെ റെഡും വൈറ്റും ആണ് കേട്ടോ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം കുറച്ചധികം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് 2 ടേക്ക് അവേ ഉണ്ട് സ്റ്റിക്കേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ ഡിസൈൻ സ്പേസിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്യാനിടാണ്. ഇത് ഇവിടുന്ന് കട്ടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം. 3 കളറിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാൻ വെക്കുന്നത്, റെഡും വൈറ്റും ബ്ലാക്കും. അപ്പോൾ അത് അവിടെ നിന്ന് ആവുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ മോർണിംഗ് സെൻഡ് ചെയ്യാനുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു മണി ബോക്സാണ്. നമ്മൾ ചെറുതിലൊക്കെ പൈസ ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് ഒരു ഹസ്ബൻഡിന് നാട്ടിലെ വൈഫ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ബർത്ത്ഡേയും ആനിവേഴ്സറിയും ഒന്നും അല്ല, ജസ്റ്റ് ഒരു വെറുതെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്. ഒരു സിമ്പിൾ കാർഡിൽ ജസ്റ്റ് ഒരു വിഷ് എഴുതിയിട്ട് ഒരു മണി ബോക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് കുറച്ച് ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ചോക്ലേറ്റും കൂടി അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു. പിന്നെ ആ കാർഡിൽ വിഷസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. വിഷല്ല, അവരുടെ ഒരു ചെറിയ മെസ്സേജ്. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്തിട്ടില്ല, ജസ്റ്റ് അതൊന്ന് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ റെഡ് കട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും കട്ട് ചെയ്തിട്ട് നമുക്ക് വീഡ് ചെയ്ത് മാറ്റി വെക്കാം. ട്രാൻസ്ഫർ ടാപ്പ് ഒട്ടിക്കുന്നില്ല. സെല്ല് ചെയ്യുന്ന ടൈമിൽ ട്രാൻസ്ഫർ ടാപ്പ് ഒട്ടിച്ചിട്ട് സെല്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെഡ് ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനടുത്തത് ഞാൻ ബ്ലാക്കും കൂടി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പണി ഒതുങ്ങി കിട്ടും. പിന്നെ നമുക്ക് ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങിയാൽ മതിയല്ലോ. കാരണം 2 അക്കൗണ്ടും ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ 2ൽ വരുന്ന ഓർഡേഴ്സും മാനേജ് ചെയ്യണം. നോട്ടിനേറ്റേഴ്സിൻ്റെ അക്കൗണ്ടും അതുപോലെ തന്നെ ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെ അക്കൗണ്ടും. ഇനി നമുക്ക് ഹാമ്പേഴ്സിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങാം. ഞാൻ ഇവിടെ ഫെബ്രുവരി 14 2 ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഓർഡർ ചെയ്യുന്ന 5 പേർക്ക് മിനി ഫ്രെയിംസും പിന്നെ ഓർഡർ ചെയ്യുന്ന 5 പേർക്ക് ഫ്ലവർ ബൊക്കെയാണ് കേട്ടോ ഫ്രീബി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മിനി ഫ്രെയിംസിൻ്റെ ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പ്രിൻറ്ററിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. ഒന്ന് ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം എൻ്റെ 1-2 വീഡിയോയുടെ കമൻറ്റിലായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ ഏത് പ്രിൻറ്ററാണ് യൂസ് ചെയ്യുന്നത്, ഏത് പേപ്പറാണ് യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫോട്ടോ ഫ്രെയിമിന് വേണ്ടിയിട്ടും പിന്നെ സിമ്പിൾ കാർഡിന് വേണ്ടിയിട്ടുമുള്ള ഫോട്ടോസ്. പിന്നെ എല്ലാവർക്കുമുള്ള ഒരു ഡൗട്ടാണ്, എന്താണ് സിമ്പിൾ കാർഡെന്ന്. സിമ്പിൾ കാർഡെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വിഷസ് എഴുതിയിട്ടുള്ള കാർഡാണ്. അതിന് ഞാൻ ചാർജസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫ്രീ ആയിട്ട് എല്ലാ ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെ കൂടെയും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ഉറക്കമൊക്കെ പാസ്സായി കഴിഞ്ഞിട്ട് ഈവനിങ് ആയി. ഇനി അടുത്ത വർക്കിലേക്ക് കയറിയപ്പോൾ അടുത്ത വർക്കിന് 2 ടേക്ക് അവേ ഉണ്ട്. കസ്റ്റമൈസ്ഡ് വാളറ്റിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്. കസ്റ്റമൈസ്ഡ് വാളറ്റ് പൊതുവേ ഞാൻ കുറേ റീസെല്ലിങ് ചെയ്യാറുണ്ട്. അപ്പോൾ റീസെല്ലിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ കൊറിയർ ചൂസ് ചെയ്യാറില്ല, ഇവിടെ വന്നിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ 2 ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്.
2-3 ദിവസം മുന്നേ ഓർഡർ തന്നു കഴിഞ്ഞാലും ഈ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ടേക്ക് അവേയുടെ സാധനങ്ങൾ ഞാൻ റെഡിയാക്കുന്നത്. എന്താണെന്നറിയില്ല, അത് അങ്ങനെ ശീലമായിപ്പോയി. അപ്പോൾ ഇതാ വാളറ്റിൻ്റെ നെയിമൊക്കെ സ്ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെയിം മാത്രം വേണമെന്ന് പറയുന്ന കുറച്ച് റീസെല്ലിങ് പാർട്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നെയിം മാത്രം ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വാളറ്റ് ഞാൻ ചെയ്യുന്നത് എപ്പോഴും തറയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ വാളറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 വാളറ്റും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വാളറ്റിൻ്റെ കൂടെ കസ്റ്റമർക്ക് സ്റ്റിക്കേഴ്സും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കേഴ്സും കൂടി ഞാൻ മോർണിംഗ് സെറ്റ് ചെയ്തല്ലോ, അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് എടുത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് എൻ്റെ ഹാമ്പേഴ്സ് ചെയ്തെടുക്കാം. കാരണം ഈ ആഴ്ച വേണ്ടതും പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ട ഓർഡേഴ്സ് എല്ലാം നമുക്ക് കുറച്ചൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഫോട്ടോസും വീഡിയോസും എടുക്കില്ല, അത് ആ ഒരു ടൈമിൽ പാക്ക് ചെയ്തിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഞാനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഹാമ്പറിൽ വന്നിട്ട് ഷൂസും പിന്നെ ടീഷർട്ടും ആണ് കേട്ടോ. രണ്ടാമത്തത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹാമ്പറാണ്. സാധാരണ ഒരു പേപ്പർ ബാഗിലോട്ടേക്ക് ഒരു മിനി ഫ്രെയിമും പിന്നെ സിമ്പിൾ കാർഡും. ഇതാണ് മിനി ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. 5x5 ഇഞ്ചിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 ഹാമ്പർ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തതിൻ്റെ പണിപ്പൊരിയിലാണ്. മൂന്നാമത്തത് എന്ന ഒരു ഗിഫ്റ്റ് ബോക്സിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. അതിലോട്ടേക്ക് ഒരു ടീഷർട്ട് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ടേക്ക് അവേയുടെ ആൾ വന്നിട്ടുണ്ട്. ഇതാണ് അവർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വാളറ്റ്. അതുകൂടാതെ 2 സ്റ്റിക്കേഴ്സും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ അത് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ട്രാൻസ്ഫർ ടാപ്പ് ഒട്ടിച്ചില്ല. ട്രാൻസ്ഫർ ടാപ്പ് ഒട്ടിച്ചിട്ട് ആണ് കസ്റ്റമർക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് അവർ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ജസ്റ്റ് പീൽ ചെയ്തിട്ട് അവർ എവിടെയാണോ വേണ്ടത് അത് സ്റ്റിക്ക് ചെയ്യേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ട്രാൻസ്ഫർ ടാപ്പ് ഒട്ടിക്കേണ്ട പണി ബാക്കിയുണ്ട്. ഇതാണ് കേട്ടോ സ്റ്റിക്കർ. വാലന്റൈൻസ് ഡേയുടെ സ്റ്റിക്കർ വേണമെന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 സ്റ്റിക്കേഴ്സിന് 5 dirhams ആണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഹാമ്പർ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ബോക്സിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഷർട്ടും പാൻറ്റും ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഫ്ലാസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് ബോക്സിൽ സെറ്റ് ചെയ്യുന്ന എല്ലാ ഓർഡേഴ്സിനും ഫ്ലാസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. അതും കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. അപ്പം ഇതാ ഷർട്ട് വെച്ച് കൊടുത്തു. ഷർട്ട് ഞാൻ ഒന്ന് ടൈ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പാൻറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ട്രാൻസ്ഫർ ടാപ്പ് ഒട്ടിച്ച് തരികയാണ് എല്ലാ സ്റ്റിക്കേഴ്സിനും. അതായത് ഇന്ന് സെല് ചെയ്യേണ്ട സ്റ്റിക്കേഴ്സിനൊക്കെ ട്രാൻസ്ഫർ ടാപ്പ് ഒട്ടിച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് വെക്കും. പിന്നെ എന്നാൽ കസ്റ്റമർക്ക് ജസ്റ്റ് പീൽ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പിന്നെ വിനൈൽ സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ID യിലേക്കോ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെയാണ് വാലന്റൈൻസ് ഡേൻ്റെ ഓർഡേഴ്സിനും എല്ലാം ഈ 2 അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലെ നമ്പറിലേക്കോ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സംഭവവും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പണി കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് അടുത്ത ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാം. അപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഹാമ്പർ മാത്രം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ. ഫോട്ടോ ഞാൻ ലാസ്റ്റ് ടൈമാണ് എടുക്കാറുള്ളത്. ഇതിൽ ഫ്ലാസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റത്തെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ട്. മുകളിൽ ഞാൻ വിനൈൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പണികളൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ ക്രാഫ്റ്റിൻ്റെ സ്പേസ് ഇങ്ങനെ അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതുപോലെ ബോക്സസ് ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അതൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു 5 ഹാമ്പേഴ്സാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയുണ്ട് കേട്ടോ വർക്ക്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് നൈറ്റ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെതറാണ്, നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.